നമ്മുടെ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു സുപ്രധാന വിധിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതായത് ദേശീയ പാതയോരത്തുള്ള പമ്പുകളിലുള്ള ടോയ്ലറ്റുകൾ സാധാരണക്കാരായ ആൾക്കാർ ഉപയോഗിക്കാൻ പാടില്ല എന്നതും ഈ ടോയ്ലറ്റുകൾ ഈ പമ്പിലെ കസ്റ്റമേഴ്സിന് മാത്രം ഉള്ളതാണ് എന്നതായിരുന്നു കോടതി വിധി. ഈ ഒരു വിധിയാണ് ഇന്നത്തെ ഈ ഒരു വിധിയിലൂടെ ഹൈക്കോടതി തിരുത്തിയിരിക്കുന്നത്. ഈ ഒരു പുതിയ വിധി പ്രകാരം നമ്മുടെ ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാരനും പെട്രോൾ പമ്പുകളിലുള്ള ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ ഒരു വിധി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വിധി ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ യൂറോളജിസ്റ്റുകൾ പോലെ കൃത്യമായിട്ട് അറിയുന്ന വേറെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു പേഷ്യൻറ്റ് സ്റ്റോൺ പേഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റോൺ പേഷ്യൻസിനോട് ധാരാളം വെള്ളം കുടിക്കാൻ പറയും. അപ്പോൾ നമ്മുടെ ഈ ഒരു പേഷ്യൻറ്റ് പക്ഷേ വെള്ളം സ്ഥിരമായിട്ട് നന്നായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു വിധിക്ക് ശേഷം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാനുള്ള സൗകര്യങ്ങൾ ഡ്രൈവറായ ഇദ്ദേഹത്തിന് ലഭ്യമല്ല എന്നാണ്. പമ്പ് ഉടമകളുടെയൊക്കെ ഒരു വാദമായ ഇതൊരു ബിസിനസ്സാണ്, അതേപോലെ തന്നെ ഈ ടോയ്ലറ്റ്സ് ഒക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മുടെ പമ്പ് ഉടമകളും ഈ ഹൈക്കോടതിയൊക്കെ അറിയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഈ ഒരു വിധി മൂലം ബുദ്ധിമുട്ടിലായ ഒരുപാട് യൂറോളജി പേഷ്യൻസ് ഉണ്ട്. നമ്മുടെ യൂറോളജിയിലെ ഓവർ ആക്റ്റീവ് ബ്ലാഡർ, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ട അവസ്ഥ, അങ്ങനെയുള്ള പേഷ്യൻസ്. അതേപോലെ തന്നെ ഈ മൂത്രം തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു 5 മിനിറ്റ് പോലും മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ട്. അതേപോലെ ദിവസം 3-4 ലിറ്ററും വെള്ളം കുടിക്കേണ്ട സ്റ്റോൺ പേഷ്യൻസ് ഉണ്ട്. പ്രോസ്റ്റേറ്റ് പേഷ്യൻസ് ഉണ്ട്. വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റ്സിന്റെ അഭാവം മൂലം മാത്രം മൂത്രം കുറേ നേരം പിടിച്ചു നിർത്തേണ്ടി വരികയും അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വരികയും ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം. അതുപോലെ തന്നെ ഈ പബ്ലിക് ടോയ്ലറ്റ്സ് വൃത്തി ഇല്ലാത്തതിൽ പോയിട്ട് യൂറിൻ ഇൻഫെക്ഷൻ വന്ന ആൾക്കാരും ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ കുട്ടികളുണ്ട്, സാധാരണക്കാരായ ഡ്രൈവർമാരുണ്ട്, ടാക്സി ഡ്രൈവർമാർ, ഓട്ടോറിക്ഷക്കാർ. വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റ് യാത്രയിൽ ലഭ്യമാവുക എന്നുള്ളത് ഒരു യൂറോളജി പേഷ്യൻ്റ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. സാധാരണക്കാരനായ ഒരാളുടെ തന്നെ ഒരു ബേസിക് ആയ റൈറ്റ് ആണത്. അപ്പോൾ ഈ പബ്ലിക് ടോയ്ലറ്റ്സ് ലഭ്യമാവുക എന്നുള്ളത് സർക്കാരിൻ്റെ ടോയ്ലറ്റ്സ് ആണെങ്കിൽ അങ്ങനെ, അതും അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള പൊതുമേഖലാ എണ്ണ കമ്പനികളുടെയൊക്കെ ടോയ്ലറ്റ്സ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ 5-6 മണിക്കൂറൊക്കെ യാത്ര കഴിയുന്നത് വരെ മൂത്രം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല ഈ മൂത്രം യാത്രയിലൊക്കെ ഒഴിക്കാതെ പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് യൂറോളജിസ്റ്റുകളായ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ദേശീയ പാതയോരത്തെ എണ്ണപ്പമ്പുകളിലൊക്കെയുള്ള പബ്ലിക് ടോയ്ലറ്റ്സുകൾ ഇനി സാധാരണ വ്യക്തികൾക്കും ഉപയോഗിക്കാം, കസ്റ്റമർ ആവേണ്ട ആവശ്യമില്ല എന്ന ഈ സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ച ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് ഈ പേഷ്യൻസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ കാണുന്ന ഒരു യൂറോളജിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ സ്വന്തം പേരിലും അതുപോലെ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സാധാരണക്കാരുടെ പേരിലും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. യെസ്, ക്ലീൻ പബ്ലിക് ടോയ്ലറ്റ്സ് ആർ എ ബേസിക് ഫണ്ടമെൻ്റൽ റൈറ്റ്.